സിംഗപ്പൂർ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ബ്രൂണയിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് ബ്രൂണയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോകും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതമുണ്ട്. ഗൗതം, പ്രധാനമന്ത്രി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യം 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ബ്രുണോയിലേക്കും അതോടൊപ്പം തന്നെ സിംഗപ്പൂരിലേക്കും യാത്ര തിരിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹം ബ്രുണോയിലെത്തി അവിടെ സുൽത്താൻ ഉൾപ്പെടെ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനു ശേഷമാണ് പിന്നീട് സിംഗപ്പൂരിലേക്ക് യാത്ര നടത്തുക. സെപ്റ്റംബർ 4, 5 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ പര്യടനം. അവിടെ അദ്ദേഹം സിംഗപ്പൂർ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളുമായി ബ്രുണോയ് അതോടൊപ്പം തന്നെ സിംഗപ്പൂർ എന്നീ 2 രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ മികച്ച ബന്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രൂണ സിംഗപ്പൂർ സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ്. ബ്രൂണ സന്ദർശനത്തിന് ശേഷം നാളെയാണ് സിംഗപ്പൂരിലേക്ക് പോവുക. ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ബ്രൂണയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം. അഞ്ചാം തീയതി വരെയുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുക. ഇന്ന് ബ്രൂണയിൽ ചെന്നതിന് ശേഷം നാളെ വൈകിട്ടോടു കൂടിയാണ് സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കുക. ബ്രൂണോ സുൽത്താനായിട്ടുള്ള ഹാജി ഹസന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രൂണയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഗൗതമുണ്ട് വിശദാംശങ്ങളുമായി. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 രാജ്യങ്ങളുടെ സന്ദർശനത്തിനായി പുറപ്പെട്ടത്. അദ്ദേഹം ആദ്യം ബ്രുണോയിയാണ് സന്ദർശിക്കുന്നത്. 40 വർഷമായി ഭാരതവുമായി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് ബ്രുണോയ് എങ്കിലും അവിടേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് സവിശേഷത. ഭാരതത്തിൻ്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണിത്. അതിനാൽ ഇവിടേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തന്ത്രപരമായും അതോടൊപ്പം തന്നെ മറ്റ് നയതന്ത്രപരമായും വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സെപ്റ്റംബർ 4, 5 തീയതികളിൽ സിംഗപ്പൂരിലേക്ക് യാത്ര നടത്തും. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് 5ാം തവണയാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത്. 2018 ഏറ്റവും അവസാനമായി അദ്ദേഹം സിംഗപ്പൂർ സന്ദർശിച്ചത്. നമുക്കറിയാം, സിംഗപ്പൂരുമായി നയതന്ത്രപരമായി മാത്രമല്ല സാമൂഹിക സാംസ്കാരികമായും നൂറ്റാണ്ടുകളായി ബന്ധമുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല ധാരാളം ദക്ഷിണേന്ത്യക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സിംഗപ്പൂർ. അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ തുടങ്ങി ആ രാജ്യത്തിൻ്റെ ഭരണഘടനാ പദവിയിലേക്ക് ഉൾപ്പെടെ പല ഭാരതീയരും മുൻകാലഘട്ടങ്ങളിലും ഇപ്പോഴും ഒക്കെ ഉണ്ട്. അതിനാൽ അത്രത്തോളം നമ്മുടെ രാജ്യവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു രാജ്യത്തേക്ക് കൂടിയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഏതായാലും ഈ 2 രാജ്യങ്ങളുടെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം യാത്ര തുടങ്ങിയത്. ദൃശ്യം.